ഇവിടെ ഒരു മനുഷ്യനെ വളർത്താനും സാധിക്കും, അതേപോലെ തന്നെ നശിപ്പിക്കാനും കഴിയും. മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചവർ പോലും ഇപ്പോൾ പരസ്പരം തലയുയർത്തി സംസാരിക്കാൻ തന്നെ മടിക്കുന്നു. അങ്ങനെയുള്ള ഈ ലോകത്ത് സമൂഹ മാധ്യമത്തിൽ പെട്ടുപോയ എൻ്റെ കൂട്ടുകാരൻ്റെ കഥയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിലെ ഓരോ കഥാപാത്രവും നിങ്ങൾ തന്നെയാണ്. ഇതിലെ ഓരോ കഥാപാത്രവും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന ഈ കുരുക്കിൽപ്പെട്ട് ഇവർ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നതെന്ന് വരും നമുക്ക് നോക്കാം. ഞാനെന്ത് പറയാ, എന്നോട് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് വാർത്ത എൻ്റെ അടുത്ത് പറയരുത്. പിന്നെന്താ വെച്ചിട്ട് പോയേ. ഇവൻ വിനു, ഇവൻ വിഷ്ണു, ഇവന്മാരാണ് കൂട്ടത്തിലെ ഏണിയൻ. ഈ പൊതുകുടിക്ക് എപ്പോഴും പണി അമ്മ എന്താ പറഞ്ഞേ? ശരിയാക്കരോ നോക്കാം. എന്താണ്ടാ കൊങ്ങനെ വെറുതെ ഇങ്ങനെ പോകാണ്ടിട്ട് അടങ്ങുള്ളൂ. ഇല്ല ഇവൻ ഫൈസി, ഗെയിമറാ. വാടാ, നിക്ക് വാ, കളിക്ക് വാ. ദേ ഈ കിടക്കുന്നതാണ് ഞാൻ, ദിനേശൻ. എന്ത് രാവിലെ തന്നെ അമ്മേ എല്ലാ തടസ്സങ്ങളും മാറ്റി തരണേ. എന്താടാ ഇത് വിശ്വേട്ടൻ, ഹരിയുടെ അച്ഛൻ. അപ്പം നിങ്ങൾ ചോദിക്കും ഹരി ആരാന്ന്. ഹരി ആരാന്ന് ഞാൻ പറയാം. വിശ്വേട്ടൻ്റെ വീട്, വർക്ക്ഷോപ്പ്, വിശ്വേട്ടൻ്റെ മോൻ, ഇതാണ് ആളുടെ ലോകം. ഹലോ. ആ ആ വണ്ടി ഇതാ വർക്ക് ചെയ്യുന്നു. കുറച്ചും കൂടി പണിയുണ്ട്. ഒരാഴ്ചത്തെ സമയം എടുക്കും. കാർബറേറ്ററും മാറ്റണം. 135 ആണ്. കാർബറേറ്റർ 100ൻ്റെ ആണ്. ടാങ്ക് ചാത്തലാണ്. ആ അടുത്ത ആഴ്ച പോയോ? അപ്പോഴേക്ക് ഞാൻ സെറ്റ് ചെയ്ത് തരാം. പുള്ളി ബൈക്കിൻ്റെ സ്പെഷ്യലിസ്റ്റാട്ടാ. വിശ്വേട്ടാ, ഹരിച്ചില്ലേ? അരേ യാ ഇവിടെ ഇല്ലേ? ഹരിച്ചില്ലേ? ഹരിയണിട്ട് ഇവിടെ കാണില്ലേ? ശരിയല്ലോ. ഇത് കുറച്ച് ലൂസാലോ, അത് നന്നായിക്കൂടെ? ആ അത് കിട്ടോ, അത് ഞാൻ ശരിയാക്കിക്കൊണ്ട് കേട്ടോ. നടക്ക്. അയ്യോ തന്നെ ഹരിയേ. ഇതേതുപോലെ കൊണ്ട് പോണ? അതെ, ഒരു കുട്ടി സെറ്റായിട്ട്
യാ പേരെന്താ? അശ്വതച്ചു. അപ്പൊ എന്തായാലും തേപ്പുറപ്പായി. കോപ്പാണ്, ഞങ്ങൾ ട്രൂ ലവാണ്. എല്ലാവരും ഇപ്പം അങ്ങനൊന്നുമല്ല. എന്താ ഇത് അശ്വതച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും തേപ്പരൊന്നുമല്ല. ആ വിശേട്ടോ. ആ ദിനേശനാ, കുറെ നാളായല്ലോ കണ്ടിട്ട്. അത് വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതെ, അവനെന്തേ? ഹരീനെ അന്വേഷിച്ചിട്ട് ഇവന്മാരും ഇവിടെ കുറെ നേരമായി ഇരിക്കുന്നു. മൈൻഡ് ചെയ്യണില്ല. ആ ആ ആ ആ ചൊല്ലിക്കൂടെ? ഹരിയാ എണീറ്റില്ലേ? സമയം നോക്ക്. വിളിച്ചോക്ക് പോവാം. ഞങ്ങൾ തറയണ്ടോട്ടോ, നീ അങ്ങോട്ട് വന്നാ മതി. പോവാം. ബുദ്ധിമുട്ട്. അമ്മേ അയ്യോ, ഇവനാണ് ഹരി. അവന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ആരി? ആ വിഷ്ണുവിന്. ഓ അച്ഛാ, ആ ഞാൻ ശരി പോയിട്ട് വരാം. പോണതൊക്കെ കൊള്ളാം, വേഗം വരണം. അതെന്താ വിശ്വാസമില്ലാത്ത പോലെ? അച്ഛൻ വല്ലതും കഴിച്ചാ? ആ കഴിച്ചു കഴിച്ചു. ഞാനത് ഗേറ്റ് ചാരിയിട്ടുണ്ട് കേട്ടാ. ആ പിന്നെന്താ ഊണ് കഴിച്ചായിരുന്നു? അപ്പോൾ കൂട്ടത്തിൽ ഫോണില്ലാത്ത ഹരിക്ക് മാത്രമല്ല. ഞാൻ കൂടെ ഉള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് തന്നെ. ഈ എപ്പോഴാന്ന്? ഞാൻ കുറച്ചു നേരമായി. മറ്റോനോ? അവൻ വന്നിട്ടില്ലേ? എണീക്കേണ്ട സമയമില്ലാണല്ലോ. ഞാൻ വിളിച്ചോട്ടെ. ഹലോ, എവിടാ? നേരെ എത്രയോട്ടൊന്ന് വെളുത്ത. ജോസഫേട്ടൻ പൂവാറായില്ലേ? അർച്ചനെ പോയി കിട്ടിയ ഇല്ല ചോദിച്ചു ഫോൺ നോക്കിയിട്ട് കൂടെ എത്തിയാ സാധനം കൊടുത്ത ഇതാണ് പ്രശ്നം. അയ്യോ, മറ്റേ അവളെന്താ പറഞ്ഞേ? എന്താ മതിമ 2 സിംഹങ്ങളും ഇവിടെ 2 കഴുതകളും ഒന്നായിണ്ട്. ആരോട് പറഞ്ഞു? ഫോട്ടോ കൊള്ളാം. അണക്ക് വേണം.
എന്തതിനകത്ത് ഒന്നുമില്ല ഞങ്ങൾ വെറുതെ കള്ള ലക്ഷണം ഉണ്ടല്ലോ. അത് ജന്മനുള്ളതാണ്. എന്തേല് പാപ്പണ ആ ഹരിയടാ. ഹരി അപ്പുറത്തേക്ക് ബാത്റൂമിലേക്ക് അവിടെ കൊടുക്കുക. ഇഷ്ടേട്ടാ എവിടുന്നാ? ആ ഞാൻ മാർക്കറ്റിൽ പോയതാ. അതിന് അവിടെ നിന്ന് അടങ്ങിയിരിക്കേ. ഓക്കെ. ദിനേശ് ഒന്ന് വന്നടാ. എന്ത് ചേട്ടാ? അതന്നെ എന്തോ കാര്യമായിട്ടുണ്ട്. കവർ കടന്ന് അയ്യോ ഫോണ്. അങ്ങനെ അവനും ഹാപ്പി. എടാ നമുക്ക് കേക്ക് കേക്കാം. നമുക്ക് ടൗൺ വരുന്ന കറങ്ങാൻ പോയിട്ട് വന്നാലോ? ടൗണിക്കൊക്കെ വെറുതെ രസം കറങ്ങാൻ വെറുതെ വല്ല വള്ളിക്കെട്ട് കേസാവട്ടെ. വള്ളി കെട്ടി രസം. ഇവനെ കണ്ട് സംശയമുണ്ട്. എന്നാലും നമുക്ക് ടൗൺ പോയി വരെ നോക്കാം. പോവാ. കേക്കുണ്ടോ? ആ. വേഗം പോടാ പോവാം. സ്റ്റേജിൽ നല്ല കുട്ടികളുണ്ടാവും പോടാ. ഞാനേ ഡ്രസ് മാറിയിട്ട് വരാട്ടാ. ഞാനും മാറടും. പുതിയ ടീഷർട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ടീഷർട്ട് എന്റെടാ? തൊലി അത് ഈ സമയം അടി വന്ന വഴിയല്ല. പിന്നെ എന്ത് കളിക്കാൻ പറ്റില്ല. ഞാൻ നോക്കണം. ഇനി എങ്ങനെ എടുത്ത് വെക്ക് കട അതെ ഇവിടെ ഫ്രീ വൈഫൈ ഇപ്പൊ കിട്ടും. നോക്കിയിരുന്നു പയ്യ അന്നിന്നും ബംഗാളി വീടിയാണ്. ഇത് ചന്ദ്രേട്ടൻ, നാട്ടിലെ പ്രധാന തീവണ്ടിയാണ്. പുള്ളി ഇപ്പം നല്ല മൂഡിലാണ്. അപ്പുറത്തെങ്ങനെ 200 രൂപ. നാലത്തരയ്ക്ക് പോയില്ലേ? വൈകിട്ട് പോവാ. ചെരുപ്പട്ടിയ ആയിക്കോട്ടെ. കാണിച്ചടാ. ഇങ്ങോട്ട് തിരുടാറ്റ് വൈകിട്ട് പോവാം. തിരിക്കണ പോണത്. എന്ത് ആണെന്നാ ഞാൻ game എന്തായി? എന്റെ പ്രായം ഒരു ലെവൽ എത്തണില്ല.
ഫോണൊക്കെ എടുത്ത് പെൺപിള്ളേർക്ക് തെറ്റാൻ നിൽക്കല്ലേ? ഇനി ഡാ നീ ഇവന്മാര് വേണമല്ലോ പൊട്ടത്തരത്തിൽ കിടക്കണ്ട. നീ പബ്ജിലാണോ ഇതേ? നമുക്ക് കളിക്കാം. പിന്നെ ഇത് പൊട്ടത്തരൊന്നുമല്ലല്ലോ. പോടപ്പാ. 11:18 ടൈം തെറ്റടാ. ആ ഫോൺ എന്ത് കാശില്ല കോളി തരാം. ഡാ പുതിയ ഫോണാട്ടാ. ആ ഡാ അത് പുതിയ തരാം. എന്താ ഞാൻ പറയാം. എങ്കടാ? രണ്ട് പട്ടൂരുകളും കൂടി അങ്ങോട്ടാണ്. ഏത് സമയത്ത് ഈ ഫോണായിട്ട് കളിച്ചിട്ടാ? പിന്നെ എന്തിനേക്ക് ഫോൺ മേടിച്ചെന്ന്? എന്താണച്ച? അതെ, പൈസ വല്ലതുണ്ടോ റീചാർജ് ചെയ്യാൻ? അതിൽ പൈസ ഇല്ല. പ്രതികാരം. എന്നാടേ നമുക്കൊരു സെൽഫി എടുക്കാം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. തന്താസ് ഡേ, ഫാദേഴ്സ് ഡേ. ഹരിയേ, ഹരിയേ ആടാ. കൊത്തി അച്ഛൻ കഴിച്ചോട്ടോ. ആ ഫോണിൻ്റെ വരയോടെ ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്നത് ആകെ മാറിപ്പോയി. അതിൻ്റെ പുതിയ വീഡിയോ എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാ നിനക്ക് മറ്റേ പടം കിട്ടിയ അല്ലേ? സണ്ണിയാ? സണ്ണീടെ ഒന്ന് പോടും. അല്ലടാ എനിക്ക് അതിന് കൊടുത്തേ. അത് അവിടെ അതിലാതെ എന്നാല് വന്നാ എനിക്ക് സസ്പെൻസ് ഉള്ളതല്ലേ? ഒന്ന് നിർത്തണം.
താഴ്ത്ത് താഴ്ത്ത് കുറച്ചുകൂടി താഴ്ത്ത്. ആ ഇപ്പൊ നിനക്ക് ശരിക്കുള്ള ഗായത്രിയെ മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ. എന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? മര്യാദക്ക് ഞാൻ ചോദിച്ച ക്യാഷ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നിനക്ക് മാത്രം ഞാനത് അയച്ചു തന്നിട്ടുള്ളൂ. ഇനി ഇതങ്ങനെയാവില്ല. നിന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഇത് കാണും. അപ്പൊ ഇതൊന്നും ആവില്ല. അതിനു മുമ്പ് ഞാൻ ചോദിച്ച ക്യാഷ് എന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ നിനക്കിതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ ശരി, വെക്കട്ടെ. നിനക്ക് എത്ര ടാർഗറ്റ് ഐഡി? മേ ബി 27. യു? 12. ഫോൾസ് ചെയ്യാൻ തുടങ്ങിയോടി? യാ, 3 months ആയില്ലേ? അവന്മാർ ഇത്രയൊക്കെ സൂചിച്ചാ മതി. പോലീസ് പിടിക്കാതെ തന്നെ ഇത്ര നാള് രക്ഷപ്പെട്ടത് നമ്മുടെ ഭാഗ്യം. പിന്നെ പോലീസ് മയിരാണ്. അതിന് ഇവന്മാരൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ട് വേണ്ട. കൊടുത്താലും നമ്മുടെ ഐഡിയ ഒന്നും റിവീൽ ആവാൻ പോണില്ല. ചുമ്മാതാണോ ഞാൻ വെറുതെ ലാപ്പ് കൈ പിടിച്ചിരിക്കണത്? വെറുതെ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നും അല്ല. ഞാനേ ഒരു ഹാക്കറാണ്. അയച്ചെന്ന വീഡിയോസ് ഒക്കെ നീ കണ്ടില്ലേ? നീ വിചാരിച്ച പോലത്തെ ഒരാളല്ലട്ടാ ഞാൻ. നീ എന്നെ കുറിച്ച് എന്താ കരുതിയേ? മര്യാദക്ക് ഞാൻ പറഞ്ഞ പൈസ നീ ഇട്ടെന്നോ? ആ ഒരു സംഭവം അവനെ മാനസികമായി വല്ലാതെ തളർത്തി. വിഷ്ണു, ഹരിയുടെ ഒരു ക്ലിപ്പ് FB ഇറങ്ങിയല്ലോ, നീ കണ്ട? ആടാ, നമുക്ക് പണിട്ടു. എൻ്റെ കുട്ടി ഈ വീട്ടിലുണ്ടെന്ന് അറിയണ തന്നെ ഇല്ല. ഈ വീട് ആകെ ഉറങ്ങിയ പോലെ. അവൻ എന്താ പറ്റിയെന്ന് അറിയില്ല. റൂമിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇറങ്ങണില്ല. ഞാൻ
അവൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം. ഡാ, എന്താ സംഭവം? ഏയ് അത് പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടു. എന്താണ്ടായി? ഒന്നുമില്ലടാ, അതൊന്നും പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല. നീ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവും. ഇത് ഞാൻ അന്ന് അവൻ കണ്ട ആഗ്രഹങ്ങൾക്ക് ഇന്നിങ്ങനെ ഒരു ഒടുക്കമുണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഹരിക്ക് സംഭവിച്ചത് എന്താണെന്നറിയാം, അവൻ്റെ അമിതമായുള്ള വിശ്വാസം. നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. ഞാൻ അച്ഛാ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. പറയേച്ചി. ഇതായിരിക്കണ വിഷയട്ടാ. എൻ്റെ ഫോണല്ലേ വിഷ്ണു? വിഷാൻ്റെ ഫോൺ എന്തോ പ്രശ്നം പോലെ. നിങ്ങളൊക്കെ വിശ്വസിച്ചല്ലടാ എന്റെ കുഞ്ഞിനെ നിങ്ങളൊക്കെ ഏൽപ്പിച്ചത്. നിങ്ങൾ തന്നെയല്ലടാ ഈ അവസ്ഥയിലാക്കിയേ. നിങ്ങൾക്ക് ഇതുവരായിട്ടത് നിർത്താറില്ലല്ലോടാ. നീയൊക്കെ കൂടി ഒരുത്തരുടെ ലൈഫാടാ ശരി. ഞാൻ വിചാരിച്ചില്ല അച്ഛാ. എന്താ SI സാറില്ലേ? SI സാർ റൗണ്ട്സിന് പോയിക്കുക. നിങ്ങളവിടെ ഇരിക്കൂ. സാർ രാഘവൻ സാർ വന്നില്ലേ? ഇന്ന് ലീവാ. ആ വിളിക്കാം. സാർ വാടോ. സാർ ഫയല് അവിടെ വെച്ചോ. താനെന്നോട് മലയ്ക്ക് പോണ്? അടുത്ത മാസം പോകും സാർ. അരവണ വയസ്സ് കൊണ്ടുവരാൻ മറക്കണ്ട. ഷുവർ സാർ. സാറ് പുറത്ത് കുറച്ചവർ കാണാൻ വന്നിട്ട്. ഓ സാറിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. ഓ യെസ് യെസ്, ഇങ്ങോട്ട് വരാൻ പറയും. ഓക്കെ സാർ. സാറേ, ഞങ്ങളൊരു പ്രശ്നത്തിലാണ്. ഞാനൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടില്ലാത്ത പ്രശ്നങ്ങളില്ല. ഇപ്പോൾ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പറഞ്ഞു കൊടുക്കടാ. സാർ, ആ അന്ന് ട്രെയിനിൽ നിന്ന് വിഷ്ണു കുറച്ച് ചേച്ചിമാരെ നമ്മൾ ഉറപ്പിച്ചായിരുന്നു. ആരാ വിഷ്ണു? അപ്പം അന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്.
ഇത് കണ്ടോ, ആയിരക്കണക്കിന് കേസുകളാണ് തെളിയിക്കപ്പെടാതെ കിടക്കുന്നത്. സൈബർ സെൽ വിചാരിച്ച് തെളിയിക്കാൻ പറ്റാത്ത കേസുകളൊന്നും ഇല്ലടോ. പിന്നെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ആൾക്കാരും മീഡിയാസും ഉണ്ട്. നേരെ മറിച്ച് ആൺകുട്ടികൾക്ക് ആരുമില്ലടോ. ഇപ്പം നിങ്ങൾ കേസ് കൊടുത്തു, ഇത് പുറത്ത് പറയാൻ പറ്റാത്ത എത്ര ഫാമിലികളും ആൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികൾ ദിവസം ലേറ്റ് ആയാലോ, ഫോൺ അധികം നേരം യൂസ് ചെയ്താലോ പേരൻസ് ശ്രദ്ധിക്കാൻ സമയമുണ്ട്. ഇതേ ശ്രദ്ധ ആൺകുട്ടികളും വേണം. അതില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. കുഴപ്പമില്ല, അതിൻ്റെ മോൻ്റെ വീഡിയോസ് നമുക്ക് എടുത്ത് കളയാം. അതിനാണല്ലോ സൈബർ സെല്ലും കേരള പോലീസും. കേരള പോലീസ് വിചാരിച്ച് തെളിയിക്കാൻ പറ്റാത്ത കേസൊന്നുമില്ലടോ. താനിപ്പോൾ പൊക്കോ, നമുക്ക് ശരിയാക്കാം. ഞാനല്ലേ പറയണേ, ഈ ഓപ്പറേഷൻ ഫേക്ക് ഐ ഡി ഞാൻ തന്നെ തെളിയിക്കും. ഹേ വിശ്വ, തൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? തൻ്റെ മോൻ്റെ വീഡിയോസും പോയി. താൻ ഹാപ്പി ആയിട്ടിരിക്കടോ. ഓക്കെ. സാറേ, കുറച്ചധികം പേര് ഒരു കേസായിട്ട് വന്നിട്ടുണ്ട്. എന്ത് കേസാടോ? ഓപ്പറേഷൻ ഫേക്ക് ഐ ഡി ഈസ് ബാക്ക്. കൊച്ചിയിൽ ഹണി ട്രാപ്പിലൂടെ പണം തട്ടാൻ ശ്രമിച്ച യുവതി അറസ്റ്റിൽ. മട്ടാഞ്ചേരിയിലെ ഹോട്ടൽ ഉടമയിൽ നിന്ന് പണം തട്ടാൻ ശ്രമിച്ച ഫോർട്ട് കൊച്ചി സ്വദേശിനി റിൻസിനെയാണ് അറസ്റ്റിലായത്. വിശദാംശങ്ങൾ അഭിരാമി ബേബി നൽകും. അഭിരാമി, എങ്ങനെയാണ് ഇവർ കോട്ടക്കലിൽ ഹണി ട്രാപ്പ് ഒരുക്കിയ സ്ത്രീ അടക്കം 7 പേർ പോലീസ് പിടിയിലായി. സ്ത്രീക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ച് അപമാനിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടാനുള്ള ശ്രമത്തിനിടെയാണ് സംഘം കുടുങ്ങിയത്. കൊച്ചിയിൽ യുവ വ്യവസായിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ 2 പേർ കൂടി അറസ്റ്റ്. കണ്ടില്ലേ, ഇതുപോലെ ധാരാളം ഫേക്ക് ഐഡികൾ നിങ്ങൾക്കും വരാം. അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെയാണ് നമ്മൾ ഓരോരുത്തരും അകപ്പെടുന്നത്. നമ്മളിൽ ഓരോരുത്തരുടെ കൂട്ടത്തിലും വിനുവിനെ പോലെയും വിഷ്ണുവിനെ പോലെയുമുള്ള കൂട്ടുകാരുണ്ടാകും. അവരെ തിരിച്ചറിഞ്ഞ് ഒന്നുകിൽ അവരെ തിരുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒഴിയുക. എന്നിട്ട് കൂട്ടത്തിലെ ദിനേശനെ പോലുള്ളവരോട് കൂട്ടുകൂടുകയും അവരുമായുള്ള സൗഹൃദം നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഈ കേസ് ഇതോടുകൂടി ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതുവരും തുടക്കം മാത്രം.